നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ വിചാരിക്കുന്നത്, ചില ആളുകൾക്ക് അവരെന്തെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുത്താലും അവർക്ക് ആ ചെയ്തു കൊടുത്തതിനുള്ള ഒരു നന്ദിയോ ഒന്നും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. അവരോടൊരു ഇഷ്ടമൊന്നുമില്ല. അവർ എത്ര അധികം കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അവരെ വില വയ്ക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നാണ് ഞാനിന്ന് എൻ്റെ വീഡിയോ കൂടെ പറയാമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ, ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇന്നമാതിരി ഒരു ആവശ്യമുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് അറിഞ്ഞ് അവരാവശ്യപ്പെടാതെ തന്നെ ചെയ്തു കൊടുക്കും. അത് നമുക്ക് പറ്റുന്നൊരു തെറ്റാണ്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആവശ്യപ്പെടാതെ ചെയ്തു കൊടുക്കുന്നതിനൊന്നും ഒരു വില ഉണ്ടാവില്ല. മനസ്സിലായോ? അതായത് അവർ നമ്മളോട് ചെയ്തിട്ട് അവർ നമ്മളോട് ചോദിക്കുകയാണ്, എനിക്കിന്ന് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതും നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു ഉപകാരങ്ങൾക്കും അവർ വില കൽപ്പിക്കില്ല. അവർക്കത് ഫ്രീ ആയിട്ട് കിട്ടണ പോലെയാണ്. അപ്പോൾ അവരങ്ങനെ വിലയില്ല. എന്നാൽ നമ്മളോട് ചോദിച്ചിട്ട് നമ്മളത് ചെയ്തു കൊടുക്കാമെന്ന് പറയുമ്പോൾ അവർക്കത് ഒരു അതിനവർ വില കൽപ്പിക്കും. അല്ലാത്തത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിന് അവർ വില കൽപ്പിക്കില്ല. മനസ്സിലായി? അതേപോലെ തന്നെ ചില ആളുകളുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാനുണ്ട്, ഞാൻ ഓക്കെയാണ്, ഞാൻ ഫ്രീ ആണ് എന്ന് പറയുന്നവർ, അവരെയും മറ്റുള്ളവരെ വില കൽപ്പിക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും നമുക്ക് അവൈലബിളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ വില ഉണ്ടാവില്ല. നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളോടൊരാൾ ആരെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ചാടി പുറപ്പെട്ട് യെസ് എന്ന് പറയരുത്. അപ്പം നമുക്കൊരു പണിയില്ലാണ്ട് ഒരു വിലയില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ആളുകളാണെന്നുള്ളൊരു തോന്നലാണ് അവർക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ പറയുമ്പോഴേക്കും ചാടി പുറപ്പെടരുത്. അപ്പോൾ ഞാൻ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വരാൻ, കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്, നമുക്കുണ്ടായിരിക്കും കാര്യങ്ങൾ. ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ടാണ് ഓടാൻ നിൽക്കുന്നത്, തയ്യാറായിട്ട് അവരെ പിന്നാലെ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഒരു വിലയില്ലാത്തവരായിട്ട് തന്നെയാണ് കണക്കാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതിനും നമ്മൾ നിൽക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾക്ക് നമ്മുടേതായൊരു വിലയുണ്ടെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം. മനസ്സിലായോ? ചിലവർക്ക് ആ ഒരു ചിന്തയില്ല, ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ചില ആളുകൾ അങ്ങനെ എല്ലാത്തിനും ഒരു വിട്ടുവീഴ്ച ചെയ്ത് അവരെ പിന്നാലെ കിടന്ന് നടക്കാനും, അല്ലെങ്കിൽ ആര് വിളിക്കുന്നിടത്തേക്ക് പോകാനും, അല്ലെങ്കിൽ ആർക്കും എന്ത് സഹായം ചെയ്യാനും അവർ തയ്യാറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വില ഉണ്ടാവില്ല. വളരെ നമുക്ക് സ്വയം ഒരു വിലയുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ നമ്മളെ മറ്റുള്ളവർ വില വയ്ക്കുള്ളൂ. നമുക്കൊരു വിലയില്ലാത്തത് കൊണ്ടാണ് നമുക്കൊരു വിലയുണ്ടെന്ന് നമുക്ക് സ്വയം തോന്നാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ തൊട്ടേനും പിടിച്ചതിനൊക്കെ ആളുകൾ വിളിക്കുമ്പോഴേക്കും ഓടിപ്പോയി, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വില നമ്മൾ തന്നെ കളയാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് എല്ലായിടത്തേക്കും ഓടിച്ചെല്ലണ ഒരാളെ അത്ര വിലയുണ്ടാവില്ല ആളുകൾക്ക്. എവിടെ വിളിച്ചാലും അയാൾ വരും. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു വിലയില്ല. പക്ഷെ ആ നേരത്ത് ചില ആളുകളുണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കൊന്നും പോവില്ല. അത്രയും വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാത്രം, അത്യാവശ്യത്തിന് മാത്രം ചെല്ലണ ഒരാളുകൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു വിലയായിരിക്കും. അപ്പോൾ അവർക്കുള്ള വില അവർ തന്നെ സ്വയം ഉണ്ടാക്കുകയാണ്. ചിലപ്പോൾ അവർക്ക് ടൈം ഉണ്ടായിരിക്കാം, സമയം ഉണ്ടായിട്ടും സൗകര്യം ഉണ്ടായിട്ടും ഒക്കെ വരാത്തതായിരിക്കാം. എല്ലാത്തിനും അങ്ങനെ ഓടിപ്പോകണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ വിലയൊക്കെ കുറേയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമ്മുടെ സംസാരം, ചില ആളുകൾ ഇങ്ങനെ വായ തോരാതെ സംസാരിച്ചിട്ടിരിക്കും, തമാശ പറയലും ചിരിക്കലും കളിക്കലും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ്. അത് വെറുതെ തോന്നുക നമുക്ക്. നമ്മളങ്ങനെ ആർക്കും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അത് വെറുതെ വായിട്ടലച്ച് വർത്താനം പറയുന്ന അങ്ങനെ ഒരു വില കുറച്ചിട്ടേ കാണുള്ളൂ. ആ നേരത്ത് നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരാളും വേണ്ടതിന് മാത്രം സംസാരിക്കുന്ന ഒരാളും ആണെങ്കിൽ നമ്മളൊക്കെ ഒരു പ്രത്യേക ഒരു വില ആളുകൾ തരും. നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നിശബ്ദരായിട്ട് അത് കേൾക്കാൻ തയ്യാറാവും. ആ വായാടികൾ സംസാരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. അവരിങ്ങനെ വായിട്ടലച്ച് സംസാരിച്ച് അവരാരും സ്വയം വില കളഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സാധാരണ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ആളുകളെ ഒരു വില ഉണ്ടാവില്ല. സ്നേഹം ഉണ്ടാവുമായിരിക്കും, പക്ഷേ അവർക്കൊരു പ്രത്യേകിച്ചൊരു വില ഉണ്ടാവാൻ സാധ്യത കുറവാണ്.
അപ്പോൾ നമ്മളൊന്ന് അങ്ങനെ ഒരു ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ പോയി. ആ ഡോക്ടർ 2 ഡോക്ടർമാർ, അതിലൊരു ഡോക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും ആര് വിളിച്ചാലും എപ്പോഴും എവിടേക്കും റെഡി ആയിട്ടിരിക്കുന്ന ഒരു ഡോക്ടർ. അപ്പം അവസാനം ആ ഡോക്ടറെ ആളുകൾക്ക് തന്നെ ഒരു വിലയില്ലാണ്ടാവുകയാണ്. അയാളപ്പോൾ വിളിച്ചാൽ ഓടി ചെല്ലുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വിലയില്ല, നമ്മൾ അത് മനസ്സിലാക്കണം. അപ്പോൾ അവർ ഓടി ചെല്ലും. അങ്ങനെ അയാളെ മരുന്നുകൾക്ക് തന്നെ വിലയില്ലാണ്ടാവുകയാണ്. ആ സമയത്ത് വേറൊരു ഡോക്ടർ വന്ന് അതേ സ്ഥലത്ത് തന്നെ വേറെ ഡോക്ടർ വന്നിരുന്ന് ആളെ ക്യൂ നിന്ന് ആളുകൾ ആവശ്യങ്ങൾക്ക് കാണുകയാണെങ്കിൽ അയാളുടെ ഉപദേശങ്ങൾക്കും അയാളുടെ മരുന്നിനും അയാളുടെ ചികിത്സയ്ക്കും എല്ലാത്തിനും ജനങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളായിട്ട് നമ്മുടെ വില കെടുത്താനായിട്ട് നോക്കരുത്. കാര്യം നമ്മുടെ ഇഷ്ടം കൊണ്ടായിരിക്കാം അവർക്ക് ആവശ്യമില്ല, നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നമുക്ക് അത്രയും ഇഷ്ടം തോന്നണതുകൊണ്ടായിരിക്കും നമ്മളങ്ങനെ പോണതും ചെയ്തു കൊടുക്കുന്നതും എല്ലാതും. പക്ഷെ അതൊന്നും നമുക്കൊരു വില കിട്ടില്ല. അവർക്കും വെറുതെ കിട്ടുന്ന സഹായങ്ങളൊക്കെ ഒരു വിലയില്ലാത്ത പോലെ തന്നെയാണ് തോന്നുക. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരിക്കലും അങ്ങനെയുള്ളൊരു പ്രവൃത്തികൾ ചെയ്യാനായിട്ട് നിൽക്കരുത്. നമുക്കുള്ള വില നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം. നമ്മളത് കളയരുത്. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളിങ്ങനെ നിസ്സാരന്മാരായിട്ട് ആ വില കളയരുത്. നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അവർ ചോദിച്ചിട്ടാണ്, അപ്പോൾ അവർക്ക് അതിനൊരു വിലയുണ്ടാവും. ഞാൻ ചോദിച്ചപ്പോൾ ചെയ്തു തന്നു. ആ നേരത്ത് നമ്മളത് ചോദിക്കാണ്ട് തന്നെ ഓടിപ്പോയി ചെയ്തു കൊടുത്താൽ നമ്മളെ വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടിയൊക്കെ അങ്ങനത്തെ ഒരു രീതിയിൽ പെരുമാറുകയാണെങ്കിൽ നമ്മളെ ആളുകൾക്ക് ഒരു വിലയുണ്ടാവും. ആളുകൾക്ക് വിലയേക്കാളും കൂടുതൽ നമുക്ക് സ്വയം നമുക്കൊരു വിലയുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നും. അതുകൊണ്ടാണ് ചില ആളുകൾ ഇങ്ങനെ ആരും വില വയ്ക്കാണ്ട്, എന്നാൽ അവർക്ക് തോന്നുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടി എന്തെല്ലാം ചെയ്താലും എന്നോട് ആർക്കും സ്നേഹമില്ല, ഒരു വിലയില്ല എന്ന് തോന്നുന്നതിൻ്റെ മെയിൻ കാരണങ്ങൾ ഇതാണ്. അപ്പം ഇന്നെൻ്റെ വീഡിയോയിൽ ഞാൻ ഇതാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, ബായ്. നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.